തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. കാൽ നൂറ്റാണ്ടായുള്ള കോർപ്പറേഷൻ ഭരണം നഷ്ടമായി. കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലുമടക്കം എൻഡിഎക്ക് വൻ നേട്ടമാണ് സ്വന്തമായത്. ഇടതിന്റെ കുത്തകയായിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ 38 നിന്നും 16 സീറ്റിലേക്ക് LDF കൂപ്പുകുത്തി. UDFന് 27 സീറ്റ് ലഭിച്ചു. കഴിഞ്ഞ തവണത്തെ 6 സീറ്റുകളിൽ നിന്ന് 12 സീറ്റുകളാണ് BJP പിടിച്ചെടുത്തത്. മേയറായിരുന്ന ഹണി ബെഞ്ചമിൻ ഉൾപ്പെടെ മുൻ മേയർ, ഡെപ്യൂട്ടി മേയർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നിവർ തോറ്റത് ഇടതുമുന്നണിക്ക് കനത്ത നഷ്ടമാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് BJP വിജയം കൊയ്തത്. 8 ഇടങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. BJP ഉയർത്തിയ മുദ്രാവാക്യം വികസിത കൊല്ലം എന്ന മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 25 വർഷക്കാലത്ത് നടത്തിയിട്ടുള്ള അഴിമതി, തിരുവനന്തപുരം കോർപ്പറേഷന് പോലെ തന്നെ ഏറ്റവും സമാനമായിട്ടുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും ഏറ്റവും കൂടുതൽ നടമാടിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഭരണത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. ചിറക്കര, നെടുവത്തൂർ പഞ്ചായത്തുകളിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഭരണം പിടിക്കാനാണ് നീക്കം. മറ്റിടങ്ങളിൽ സീറ്റ് നില ഉയർത്തി. പരവൂർ മുനിസിപ്പാലിറ്റിയിൽ 6 സീറ്റുകൾ നേടി BJP പ്രതിപക്ഷത്തെത്തി. പുനലൂർ നഗരസഭയിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്നു. ഇടതുകോട്ടയായ കടക്കൽ പഞ്ചായത്തിലെ വടക്കേവയൽ വാർഡിലും താമര വിരിഞ്ഞു. 6 ബ്ലോക്ക് ഡിവിഷനുകളിലും BJP വിജയിച്ചു. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചപ്പോൾ UDFനും ജില്ലയിൽ നേട്ടമുണ്ടായി. ഇടതുകോട്ട എന്ന് അവകാശപ്പെട്ടിരുന്ന കൊല്ലത്തുണ്ടായ തിരിച്ചടിയിൽ വലിയ നിരാശയിലാണ് LDF ക്യാമ്പുകൾ. പരാജയത്തിന് പിന്നാലെ കടക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്രമണവും അയച്ചുവിട്ടു. ജനം, കൊല്ലം.